എന്നെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് എൻ്റെ രണ്ട് കാലും ചവിട്ടി പിടിച്ച് എൻ്റെ കഴുത്തിലിങ്ങനെ പിടിച്ച് എനിക്ക് ജലാംശമില്ല. ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അവിടെ. ആ വ്യത്യാസങ്ങളനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. മാതാപിതാക്കൾക്ക് ദോഷമുള്ള കാലമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. മാതാപിതാക്കളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ ബലികർമ്മങ്ങൾ ചെയ്യണം. നമസ്കാരം. പ്രേതവിഷയങ്ങൾ പറഞ്ഞാൽ നമ്മൾ അന്ധവിശ്വാസം പെടുത്തുന്നതാണെന്ന് പറയും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഒരു കുട്ടി ഇങ്ങനെ പടമാണ്. ഇത് എല്ലായിടത്തും കിട്ടും അല്ലേ? ഈ സിമൻറ്റ് പ്രതിമകളൊക്കെ വിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇത് കളറടിച്ച് വെച്ചേക്കും. എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്, ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഒരെണ്ണം. ഇതാ ഇങ്ങനെ ഇരിക്കുക കുട്ടി. നല്ല രസമാണ്. അവനെന്തോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുവാണ്. അച്ഛനമ്മമാരോട് പിണങ്ങിയോ അല്ലെങ്കിൽ അവന് കിട്ടാത്ത എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. എനിക്കത് വളരെ ഇഷ്ടം തോന്നി ഒരെണ്ണം ഞാൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ഇതേപോലൊരു പ്രതിമയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരമ്മ, ഈ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയുടെ മക്കളൊക്കെ വിദേശത്താണ്. അമ്മയ്ക്ക് ഒരു കൗതുകം തോന്നിയിട്ട് ഈ ഒരു പ്രതിമ മേടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിപ്പോൾ സുന്ദരമായ പ്രതിമയല്ല, പക്ഷേ ഇത് സുന്ദരമായിരുന്ന ഒരു കാലഘട്ടം. നമ്മുടെ എല്ലാം മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ എല്ലാ മനുഷ്യരും സുന്ദരമായൊരു കാലഘട്ടമുണ്ട് അല്ലേ? എപ്പോഴാണത്? ശൈശവവും ബാല്യവും കഴിഞ്ഞ് കൗമാരവും യൗവനവുമായ കാലഘട്ടമാണ്. എല്ലാം മൃഗങ്ങളുടേതാണെങ്കിലും മനുഷ്യൻ്റേതാണെങ്കിലും ഏറ്റവും പോഷകരമായിട്ടൊരു കാലഘട്ടമാണ് ഈ യൗവനം, കൗമാരവും യൗവനമുള്ള കാലഘട്ടം. നല്ല ചോരത്തിളപ്പുള്ള കാലമാണെന്ന്, ചോര തിളയ്ക്കുന്ന പ്രായമാണെന്ന് പഴയ ആൾക്കാർ പറയും. അത് കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അതൊക്കെ ഓർമ്മകളിൽ അവശേഷിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഏത്? വൃദ്ധനാകുമ്പോൾ ഞാൻ ശൈശവത്തിൽ എനിക്ക് കളിപ്പാട്ടങ്ങളെ സ്നേഹിച്ചിരുന്നല്ലോ. ശൈശവത്തിൽ മുലപ്പാലിനെ സ്നേഹിച്ചു. അമ്മയുടെ ബാല്യത്തിൽ കളിപ്പാട്ടങ്ങളെ സ്നേഹിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ എതിർലിംഗത്തിൽപ്പെട്ടവരോട് ഇഷ്ടപ്പെട്ടു, സ്നേഹം വന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പം ഇതുപോലുള്ള സുന്ദരമായൊരു പ്രതിമ കണ്ടപ്പോൾ ഈ അമ്മ മേടിച്ചു. ഞാനും ഒരെണ്ണം മേടിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ സുദർശന ചക്രം വെച്ചിട്ടുണ്ട്. വീട്ടിൽ നമ്മളെല്ലാവരും വെക്കുന്നത് നല്ലതാണ്. സുദർശന ചക്രം ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ മുമ്പിൽ ഒരു തുളസി തറ കെട്ടണം. തുളസി തറകളിട്ട് സുദർശന ചക്രം ഉണ്ടാക്കണം. കല്ലിൽ കൊത്തിയത് കിട്ടും. ഇപ്പോൾ നമ്മൾ നാഗർകോവിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സുദർശന ചക്രം കൊത്തിത്തരും. യഥാർത്ഥത്തിൽ ഒരു വീടിൻ്റെ ആഭിചാര ദോഷത്തിന്, വീട്ടിലുള്ള നെഗറ്റീവ് എനർജികൾ കടന്നു പോകാൻ നല്ലതാണ്. നമ്മൾ ആ തുളസി തറ കെട്ടിയിട്ട് ഒരു സുദർശന ചക്രം അവിടെ വെച്ചാൽ, സുദർശന ചക്രം കല്ലിൽ കൊത്തിയത് വെച്ച് നമ്മളൊരു വിളക്കിങ്ങനെ വെച്ചാൽ ആ പ്രകാശം സന്ധ്യയ്ക്ക് വെച്ചു കൊടുത്താൽ ഒരു നെഗറ്റീവ് എനർജി അങ്ങോട്ട് ബാധിക്കില്ല. ഞാൻ ഇത്തരത്തിലുള്ളതാ ഈ പ്രതിമ ഞാൻ എൻ്റെ വീട്ടിൻ്റെ താഴെ വെച്ചിട്ട് ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മയുടെ വിഷയം അമ്മയുടെ മാനസികമായിട്ടുള്ള വിഷയമാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നെ കാണാൻ വരുമ്പോൾ അമ്മ വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഭർത്താവുണ്ടായോ? കുട്ടികളൊക്കെ എവിടെ? കുട്ടികളൊക്കെ വിദേശത്താണ്. ഭർത്താവുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അതെന്തേ? അദ്ദേഹം എന്നെ വിട്ടിട്ട് പോയതാണ്. ഞാൻ എപ്പോഴാണ്? എനിക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ പോയതാണ്. ഞാൻ 2 കുട്ടികളെയും പഠിപ്പിച്ചു. അപ്പോൾ അമ്മ വെള്ള വസ്ത്രം ധരിക്കുന്നത്, വെള്ള വസ്ത്രം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ധരിക്കുകയാണ്. സാധാരണ വിധവകളിൽ വെള്ള വസ്ത്രം ധരിക്കും. എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് വെള്ള വസ്ത്രം ധരിച്ചപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 47 വയസ്സിൽ മരിച്ചപ്പോൾ, അച്ഛൻ മരിച്ചപ്പോൾ അമ്മ വെള്ള വസ്ത്രം ധരിച്ച എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ആത്മകഥയ്ക്കകത്ത് ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. വെള്ള വസ്ത്രത്തിൻ്റെ വൈധവ്യത്തിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അതല്ല, ഞാൻ ഇതുകൊണ്ടാണ്. അവർ ടീച്ചറാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, കുറേ ചെടികൾ അമ്മയുടെ ഇഷ്ടം, കുറച്ച് പക്ഷികളെയൊക്കെ വളർത്തുമായിരുന്നു. അതൊക്കെ ചത്തുപോയപ്പോൾ അവർക്ക് ദുഃഖം സഹിക്കാൻ വയ്യ, അതൊക്കെ കൊടുത്തു. ഈ കുറച്ച് ചെടികൾ വളർത്തും. അതിന് പൂ വരുന്നുണ്ടോ നോക്കും, വേര് വരുന്നതുകൊണ്ടോ നോക്കരുത് ഞാൻ തമാശയായിട്ട് പറഞ്ഞു. ഈ ചെടികളെയൊക്കെ നോക്കും. ചെടികൾക്ക് മരുന്നും വളമൊക്കെ ഇട്ട് വഴിച്ചിൻ്റെ ഇടയിൽ ഈ പയ്യനെ കൊണ്ടുവച്ചു. ഏത്? ഞാനിപ്പോൾ കാണിച്ച പയ്യനില്ലേ, ഏത് ഇങ്ങനെ ഇരിക്കുന്ന പയ്യൻ, അവനെ കൊണ്ടുവച്ചു. അവൻ അവിടെ ഇരുന്ന് മഴവെള്ളമൊക്കെ വീണ് അവൻ ഈ കോലത്തിലായി, ഈ രൂപത്തിലായി. അമ്മയുടെ പ്രശ്നം അതല്ല. ഒരു ദിവസം അമ്മ കിടന്നുറങ്ങുമ്പോൾ അതൊരു അമാവാസി ദിവസമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അത് ഓർമ്മിക്കാൻ കാരണം? 2 കാര്യമാണ്. ഒന്ന്, ഞാനെപ്പോഴും അമാവാസിയെക്കുറിച്ച് പറയും. DNA പ്രോഗ്രാം എപ്പോഴും കാണും. സ്വാമിയുടെ പുസ്തകങ്ങൾ, പ്രേത അനുഭവങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ആത്മകഥ വായിച്ചിട്ടുണ്ട്, എൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ പാമ്പിനെ കുറിച്ച് പേടിയാണ്, അതുകൊണ്ട് മണികണ്ഠിക വായിച്ചിട്ടില്ല. അപ്പോൾ ഈ വായിച്ചിട്ട് കിടന്നിട്ടാണോ എന്ന് അറിയത്തില്ല. ഒരു ദിവസം കണ്ണ് തുറക്കുമ്പം ആരാണ്ട് വിളിച്ചുണർത്തിയ പോലെ തോന്നി. ശൂളമടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരാൾ ശൂളമടിക്കുക എന്ന് പറയില്ലേ, അടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ശൂളം അടിക്കുന്ന പോലെ തോന്നി മുറിക്കുള്ളിൽ. അമ്മ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ 1 മണി സമയമാണ് രാത്രി.
ഭക്ഷണം പിന്നെ വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് ജനലിൻ്റെ അവിടെ പോയി ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഇത്ര ഉണ്ടായിരുന്ന പ്രതിമ, ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ആ പ്രതിമ ഒരു വലിയ ആളായിട്ട് ഇങ്ങനെ നിൽക്കണു. ഞാൻ നേരിട്ട് കണ്ടു സ്വാമി, ഞാൻ കണ്ടു. ആ അമാവാസിയിൽ ആ പ്രതിമ വലുതായി ആ തൊപ്പി വെച്ച് ഇരിക്കുകയല്ല, ആ തൂണും ചാരി നിൽക്കണം ഞാൻ കണ്ടു എന്നുള്ളതാണ് അമ്മയുടെ വിഷയം. ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ കണ്ട ഫോട്ടോയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. നോക്കുമ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനവും ഇതുപോലെ വെള്ളമൊക്കെ വീണ് അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോയത് അങ്ങനെ ആവും. ഇത് അമ്മയുടെ മനസ്സിൻ്റെ തോന്നലാണോ? നമ്മുടെ എങ്ങനെയാണിത് തോന്നൽ അല്ല എന്ന് പറയാൻ പറ്റുക? അപ്പോഴാണ് അമ്മ ഈ പറയുന്നത്. ഞാൻ മുറിക്കുള്ളിൽ വാതിൽ തുറന്നിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കൂടി. ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പറയും അമ്മയ്ക്ക് വട്ടാണ്. ആ സ്വാമിയുടെ DNA ചാനലും സ്വാമിയുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇതൊന്നും വായിച്ച് ഇത് അന്ധവിശ്വാസമാണ്. ആ ദിഗംബരം ഞാൻ പുസ്തകം വായിച്ചിട്ട് അത് ജനലിൽ കൂടെ 4 കീറിയെടുത്ത് കളയാൻ പോയി ഒരു മകൻ. അവൻ ആദ്യത്തെ പേജ് വായിച്ചപ്പോൾ തന്നെ 2 പേജ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കി ഇതൊന്ന് ഭ്രാന്തൻ എഴുത്താണെന്ന്. അപ്പം അതുകൊണ്ട് വായിക്കില്ല. എന്നിട്ട് എപ്പോഴും പറയാം പോരാൻ കാണരുത്, DNA ആ സ്വാമി ഇതെന്ന് പറയണമെന്നും കേൾക്കരുതെന്ന് പറയുമെന്ന്. ഈ അമ്മ തന്നെ തമാശ, കുട്ടികൾക്ക് അതല്ലേ അറിയാവുള്ളൂ എന്ന്. നമ്മളതൊന്നും വിശ്വസിപ്പിക്കാനൊന്നുമല്ല. പക്ഷേ സമൂഹത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണ പോയിട്ട് പിന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തൃശ്ശൂർ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പ്രക്ഷോഭയും ഒക്കെയാണ്, അവിടെ പ്രക്ഷോഭമൊക്കെയാണ് അവിടെ താമസിക്കുന്നത്, കുടുംബമൊക്കെ എല്ലാം നമ്മൾ വേണ്ടപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ പറഞ്ഞു സ്വാമി, ഞാൻ പറഞ്ഞു വീട് തൽക്കാലത്തേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അവർ ആ വീട് എടുത്തതാണ്. അവർ താമസിച്ച് ഞാൻ ഇന്നലെ അവിടെ പോയി നോക്കിയപ്പം അവിടെ ഒരു വലിയ കിണറുണ്ട്. സാധാരണ ചെറിയ കിണറല്ലേ, ഇതൊരു വലിയ കിണറാണ്. അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു യോഗീശ്വര സാന്നിധ്യം ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ മുകളിൽ അവിടെ ആൾ നടന്നേ പറ്റുള്ളൂ, പുറത്തൂടെ ആൾ നടക്കും. കാരണം അവിടെ ജലപിശാച് സാന്നിധ്യം ആ കിണറ്റിൻ്റെ അടുത്ത് നാവി പുറന്ന് വരുന്ന കാണാം. ഞാൻ ജോബിച്ചാരൊക്കെ പോയിട്ട് അത് കുറേ നേരം കണ്ട്, ഞാൻ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു, ആ കിണറ്റോട്ട് നോക്കി നിന്ന്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ചില സ്ഥലങ്ങൾ നമ്മളിത് പറയുമ്പം അന്ധവിശ്വാസമാണ്. നമുക്ക് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഞാൻ ഇന്നലെ ഒരു ഹോട്ടലിൽ ഞാൻ ടീച്ചറൂടെ പോയി കിടന്നു. ഒന്ന് നോക്കണം, 311 പറഞ്ഞ മുറിയാണ്. കയറിയപ്പോഴേ ടീച്ചർ താക്കോൽ രാത്രി 12 മണിക്കാണ് അവിടെ എത്തിയത് തൃശ്ശൂർ. ഈ താക്കോൽ തന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ആ ടീച്ചർ പറഞ്ഞു അയ്യോ ഈ 311 വേണ്ട സ്വാമി, നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോഴും ഇവിടെ പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്തോന്ന് പ്രശ്നം, രാത്രി 4 മണിയാകുമ്പോൾ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോകണമല്ലോ. അവിടെ തൃശ്ശൂർ വന്നാൽ ജോഫിച്ചാനെ അവിടെ വിളിച്ച് ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകും. കാരണം എനിക്ക് ഡയബറ്റിക്കിൻ്റെ ചെക്കപ്പൊക്കെ ഉണ്ട്, അവിടെയാണ് ഡോക്ടർ. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കൊന്നും ഉള്ള ദൂരയാത്രകളും ഒക്കെ പ്രശ്നമാണ്. കണ്ണിനും കാലും കയ്യും ഒക്കെ പോയിരിക്കുവാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് കാലം കൂടെ ഇങ്ങനെ ഓടി പോകുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒന്നും പറ്റുന്നില്ല, ഒരു മനസ്സിൻ്റെ ഊർജ്ജം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് മുമ്പിലോട്ട്. രാത്രി കിടന്നു. ഒരു 2 മണിയായപ്പം എൻ്റെ 2 കൈയും ആരാണ്ട് ഇങ്ങനെ പിടിച്ച് പുറയിലോട്ട് വെച്ചു. എനിക്ക് ടീച്ചർ അടുത്ത് കിടപ്പുണ്ട്, എനിക്ക് അവരെ വിളിക്കാൻ പോലും പറ്റുന്നില്ല. തൊണ്ടയിൽ ആരാണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പ്രേതങ്ങളെക്കുറിച്ച് ആവാഹിക്കുന്ന മാത്രമല്ല, പ്രേതങ്ങളെ ദർശനത്തിൽ കാണുകയും മരിച്ചുപോയവരുമായിട്ട് സംവാദം നടത്തുന്ന അഹങ്കരിച്ച് നടന്നിരുന്ന ഒരാളാണ്. അതിനൊരു കിട്ടിയ ഷോക്കാണ് ഞാൻ രാത്രി ആ 311 പറഞ്ഞ നമ്പറിൽ എന്നെ 2 കൈയും ഇങ്ങനെ പിടിച്ച്, എൻ്റെ 2 കാലും ചവിട്ടി പിടിച്ച്, എൻ്റെ കഴുത്തിലിങ്ങനെ പിടിച്ച്, എനിക്ക് ജലാംശമില്ല. ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അവിടെ. അപ്പം എൻ്റെ അഹങ്കാരത്തിനൊരു പണി കിട്ടിയതാണ്. നീ ഒന്നുമല്ല, നീ എന്തൊരു പ്രത്യേക ഉപാസകനാണെങ്കിലും, നീ എത്ര കന്യാശം ഉണ്ടെങ്കിൽ ഫലങ്ങൾ പറയുകയാണെങ്കിലും, അത് എനിക്കറിയാം. ഒരു മെലിഞ്ഞ ഒരു രൂപമാണ്, ഒരു മെലിഞ്ഞ എല്ലാമാണ്. ഇവിടെ ഇങ്ങനെ മുട്ടയാണ് മുഖം, മൂക്കിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ 2 കൈയിലും ഭയങ്കര ബലമാണ്. എൻ്റെ കൈ ഇങ്ങനെ പുറകിലോട്ട് തന്നെ ഇരിക്കുകയാണ്. എനിക്ക് മുമ്പിലോട്ട് മാറാനോ അടുത്ത് വരുന്ന ടീച്ചറിനെ വിളിക്കാനോ തൊണ്ടയിലിങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അത് കൈ കൊണ്ടാണ് പിടിച്ചത്. കാരണം 2 കൈയിലും എനിക്ക് ഈ കൈ അനക്കാൻ പറ്റാത്ത വിധത്തിലാണത്. അപ്പോൾ അത് എനിക്കൊരു മനസ്സിലായി. നമുക്ക് ബലം, ഉപാസനാ ബലം കുറയണതിൻ്റെ അല്ല, ഈ പ്രപഞ്ചത്തിലെ ശക്തി. നീ എൻ്റെ മുറിക്കുള്ളിൽ, ഞാൻ വസിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുറിയിൽ, ആ ഹോട്ടലിൻ്റെ 3ാമത്തെ നില 311 റൂം നമ്പർ. അതിൽ AC ഒക്കെ കണ്ടാലേ ഒരു വികൃത മുഖമാണ്. ആ റൂമിനകത്ത് കയറുമ്പോഴേ ടീച്ചർ പറഞ്ഞു, സ്വാമി ഈ മുറി വേണ്ട, ഒന്ന് മാറ്റി വേറെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം താഴോട്ട് പോകാൻ വയ്യ, ഇവിടെ കിടക്കാമെന്ന്. അപ്പോൾ നമ്മളെപ്പോലും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള, എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ദിവ്യനായ മനുഷ്യരൊന്നുമല്ല, പക്ഷെ നമ്മളൊരു പ്രത്യേക ഉപാസകനല്ലേ. നമ്മളെ തകർക്കാവുന്ന തരത്തിൽ, നമ്മളെ ഷോക്കടിപ്പിക്കാവുന്ന തരത്തിൽ, നമ്മുടെ മനസ്സിനെ തകർക്കുന്ന തരത്തിൽ, ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ആ രൂപത്തിൽ ഭയമല്ല എനിക്കുണ്ടായത്, പക്ഷേ നമ്മളെ അറ്റാക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള
ഒരു മനുഷ്യ ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്രേതാത്മാവിൻ്റെ ശല്യം മുറിക്കകത്തുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇതിപ്പോൾ ടീച്ചറിന് അങ്ങനെ തോന്നുന്നതാണോ? ഇല്ല സ്വാമി, ഈ പ്രതിമ അതാണ്ട് ഞാനിപ്പോൾ കാണിച്ച ഈ പ്രതിമ, ഈ കുട്ടി ഇങ്ങനെ നിൽക്കുന്ന പ്രതിമ രാത്രി വലുതായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എങ്ങനെയെന്നാണ്. ഞാൻ ടീച്ചറെ മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ഇല്ല സ്വാമി, എനിക്കങ്ങനെ ഭയമില്ല, ഞാൻ ഒറ്റയ്ക്ക് എത്ര കാലമായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറൊരു കാര്യം ചെയ്യും, ഒരു 7 ദിവസത്തിനകം ടീച്ചറിന് ആരെങ്കിലും ഒരു ഫോൺ വരുമോ എന്നുള്ളത് നോക്കൂ. എന്നെ ആര് ഫോൺ? ഞാൻ മക്കൾ പോലും ഇപ്പം വല്ലപ്പോഴും വിളിക്കാറുള്ളൂ. ഞാൻ 7 മണി മുതൽ ഞാൻ DNA പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി കഞ്ഞി കുടിക്കും, കിടന്നുറങ്ങും. പിന്നെ TV സീരിയലൊന്നും ഞാനിപ്പോൾ കാണാറില്ല. എല്ലാം അവിഹിതങ്ങളുടെ കഥയാണ് സ്വാമി, ഞാനതൊന്നും കാണാറില്ല. DNA സ്വാമിയുടെ പ്രോഗ്രാം കാണും, പിന്നെ എന്തെങ്കിലും വായിക്കും, അമ്പലങ്ങളിലൊക്കെ പോകും. ഇപ്പോൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവർ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ കൂട്ടുകാരുമില്ല. പക്ഷേ ഇതിനെന്താണ് സ്വാമി ഒരു പരിഹാരം? സ്വാമി എൻ്റെ വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല, നമുക്ക് ഇത് എന്താണെന്നൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതല്ലേ, എന്താണ് നമുക്കൊന്ന് ആലോചിക്കാം, ടീച്ചറൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ടീച്ചർ നമ്മളെ വിടുന്ന പരിപാടിയില്ല. ഈ രാത്രി ഈ മനുഷ്യൻ അത് ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു തൂണുണ്ട്, ആ തൂണും ചാരി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഞാനതാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണിക്കാനുള്ളൊരു കാരണം ഇതാണ്. പക്ഷേ അതിനകത്ത് ഇത് എൻ്റെ വീട്ടിലിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ടീച്ചർ കൊണ്ടുവന്ന ഫോട്ടോ ആണ് തന്നെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞിപ്പോൾ ടീച്ചർ കൊണ്ട് നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഇതിങ്ങനെ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പ്രേതാത്മാക്കൾ അലിഞ്ഞു നടക്കുന്ന ആത്മഹത്യ ചെയ്തൊക്കെ പ്രേതാത്മാക്കൾ കാണും. ആ പ്രേതാത്മാക്കൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സാന്നിധ്യങ്ങളിൽ വന്നിട്ട് ഇത് സാന്നിധ്യമാവും. അത് ഇരുമ്പും കമ്പി സിമൻ്റൊന്നുമില്ല, അത് സാന്നിധ്യമായിട്ട് നിൽക്കും. അപ്പോൾ അത് അവിടെ ഏകാന്തമായ വാസമുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വേറെ നമ്മളെ പേടിപ്പിക്കുകയൊന്നുമില്ല. ഇത് ചിലപ്പോൾ ശക്തിയായിട്ട് കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് കാരണങ്ങളാണെങ്കിലും ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് രാമേശ്വരത്ത് കൊണ്ടുപോയി ഇതങ്ങ് ഒഴുക്കി കളഞ്ഞേക്ക് ടീച്ചറെ. അപ്പോൾ ടീച്ചറിന് അതിന് ഭയം. എന്നാൽ ഞാൻ സ്വാമിയുടെ തരാം, സ്വാമി കൊണ്ടുവന്ന് ഒഴുക്കിയതല്ല. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം ഇത് ടീച്ചറിൻ്റെ വീട്ടിൽ അഭയം തേടിയ ഒരു പ്രേതാത്മാവാണ്. ഒരു കാര്യം ചെയ്യാം, 7 ദിവസത്തിനകം ടീച്ചറിന് ഒരു ഫോൺ വരും. അത് എന്നെ ഇനി ആര് വിളിക്കാൻ സ്വാമി അതെനിക്ക് അറിഞ്ഞുകൂടാ. 7 ദിവസത്തിനകം ടീച്ചറിനൊരു ഫോൺ വരും, ഒരു അപരിചിതനായ ആൾ ടീച്ചറിനെ വിളിക്കും. അതെന്തിനാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്താണ്, ടീച്ചറിൻ്റെ മനസ്സിൽ നിന്ന് ഇതങ്ങ് പോകാനായിട്ട് 7 ദിവസം ആരും വിളിക്കില്ലല്ലോ. അപ്പോൾ ടീച്ചറിന് ഏതെങ്കിലും ഫോൺ വന്നാൽ, എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല സ്വാമി, മറ്റവർ മരിച്ചതിന് ശേഷം ആരും വിളിക്കാറില്ല. ഞാൻ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കിരീടം എടുത്ത് വെച്ചിട്ട് ടീച്ചറിൻ്റെ മനസ്സിൽ നിന്ന് സ്വാമി പറഞ്ഞു, എന്നോട് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര അന്ധതയാണ് എല്ലാ കാര്യത്തിനകത്തും. ഈ സ്വാമി പറയുന്നതൊക്കെ ശരി തന്നെയാണോ, സ്വാമി എഴുതുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഒന്ന് നോക്കിക്കോളൂ, 7 ദിവസത്തിനകം ടീച്ചറിനെ ആരെങ്കിലും വിളിക്കുന്നു. അപ്പോൾ 7 ദിവസം ടീച്ചറിൻ്റെ മനസ്സിൽ നിന്ന് ഈ ചിന്ത അങ്ങ് പോയി കിട്ടിയാൽ ടീച്ചറിനെ പിന്നെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, എന്തിനു പറയണം? 6-ാം ദിവസമായപ്പം എന്നോ ഇറങ്ങിപ്പോയ ഭർത്താവ് ടീച്ചറിനെ വിളിക്കുന്നു. എന്നോ പോയ ഭർത്താവ്, അവർ ഞെട്ടിപ്പോയി എന്നാണ് പറയണത്. അവരുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു? എനിക്ക് ടീച്ചറിൻ്റെ പേര് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റൂ? നിങ്ങൾ എൻ്റെ 2 കുട്ടികളുടെ അച്ഛനായിട്ടല്ലേ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ? നിങ്ങളുടെ ശബ്ദം എവിടെ കേട്ടാലും എനിക്ക് മറക്കാൻ പറ്റൂ, ഏത് ഉറക്കത്തിൽ കേട്ടാലും ഞാൻ മറക്കൂല. നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു. അവർക്ക് ചോദിച്ച് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സുഖമാണോ? എൻ്റെ സുഖകരങ്ങൾ എനിക്ക് ഇത്രയും കാലം നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനു അന്വേഷിക്കണം? അവർ പറഞ്ഞ ആ ടീച്ചർ എന്നോട് പറയുന്നത്, സ്വാമി എനിക്ക് തോന്നിയത് എനിക്ക് ഭർത്താവിനെ കാണാനില്ല. സ്വാമി എങ്ങനെയാണ് 7 ദിവസത്തിനകം എന്നെ ഒരാൾ, അപരിചിതനായ ഒരാൾ, അയാൾ അപരിചിതൻ തന്നെയാണ്, എന്നെ വിവാഹം കഴിച്ചു, എന്നെ ഒരു യാത്രയിൽ കണ്ടുമുട്ടി, എൻ്റെ കുടുംബക്കാരോട് വന്ന് എൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സ്നേഹമില്ല, എൻ്റെ അച്ഛനോട് എനിക്ക് ഭയങ്കര ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അച്ഛനുമായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നു. അച്ഛൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ജ്യോതിഷത്തിൽ പോയി കൊണ്ട് നോക്കിയപ്പോൾ യാതൊരു കാരണവശാലും ഈ വിവാഹബന്ധം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നെയും കൊണ്ടേ കല്യാണം കഴിക്കൂ. അവസാനം അച്ഛൻ പറഞ്ഞു, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം, ഒരു യുഗമെങ്കിൽ ഒരു യുഗം, ഉള്ള കാലം സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കണം, അടിച്ചു പിരിഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചു, 2 കുട്ടികളുമായിട്ട് ജീവിച്ചു. ഒരു സുപ്രഭാതത്തിൽ എന്നെ തല്ലിയിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, അപ്രത്യക്ഷനായി. ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും വന്നിരിക്കുന്നു, എന്നെ വിളിക്കുന്നു. അപ്പോൾ നിനക്ക് സുഖമാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് മറുപടി പറഞ്ഞില്ല. അപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിളിക്കണമെന്ന് തോന്നി, ഞാൻ വിളിച്ചു. എനിക്ക് നിനക്കെന്നെ കാണണമെന്നുണ്ടോ? ഇല്ല എന്ന് ടീച്ചർ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. അത് സ്വാമി, എൻ്റെ ഒരു നല്ല കാലം മുഴുവൻ, അവിടെ ഗദ്ഗതമാണ്, എൻ്റെ ഒരു നല്ല യൗവനകാലം മുഴുവൻ, എൻ്റെ ഒരു നല്ല കാലം മുഴുവൻ
ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത അഗ്നിയും ജലവുമാണ് വിവാഹം, ഈ വിവാഹം നടത്തരുത്, ഇത് തകർന്നു പോകും എന്ന് പറഞ്ഞിട്ടും എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ 2 കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ നേരത്തെ എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. ആ മരിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. ഞാൻ ആ വിവാഹം എന്തിനാണ് നടത്തി? എൻ്റെ അച്ഛൻ്റെ 2 കണ്ണിൽ കൂടെയും കണ്ണീരിങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് സ്വാമി. അപ്പോൾ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം എവിടെ പോയെന്നോ, ആരുടെ കൂടെ പോയെന്നോ, എങ്ങനെ ജീവിക്കുന്നു? ഞാൻ 2 കുട്ടികളെ വളർത്തി, എനിക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കുട്ടികൾ നല്ല നിലയിലായി. എൻ്റെ മുമ്പിൽ സ്വാമി പറഞ്ഞു 7 ദിവസം ഒരാൾ വിളിക്കുന്നു. എന്നോ അപ്രത്യക്ഷനായി പോയ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ, ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവ് തിരിച്ചു വരണം എന്ന് ഒരു ഘട്ടം വരെ ആദ്യത്തെ കുറേ കാലം ഞാൻ അദ്ദേഹത്തെ വാതിൽ കൊറ്റിയിടാതെ കാത്തിരുന്നു. ഇറങ്ങിപ്പോയ ഭർത്താവ്, സ്നേഹിച്ചു പോയ ഭർത്താവ്, ഒപ്പം കിടന്ന ഭർത്താവ്, 2 കുട്ടികളുടെ അച്ഛനായ ഭർത്താവ്, ഇവരെല്ലാം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് പറഞ്ഞു. എൻ്റെ മുറിയുടെ കൊളുത്തുകൾ, ആ ടീച്ചർ പറഞ്ഞ ഓരോ വാക്കുകളാണ് ഞാൻ അവസാനം ബന്ധിച്ചിട്ടു. കാരണം മറ്റൊരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. കാരണം എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും എൻ്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടമാണ്, നമ്മൾ ഓർക്കണം. അങ്ങനെ അവകാശമുള്ളിടത്ത് മറ്റൊരു പുരുഷൻ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മനസ്സിലേക്കോ എൻ്റെ ജീവിതത്തിലേക്കോ വരരുതെന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ലോക്ക് ചെയ്തിട്ട് കിടക്കുള്ളൂ എന്ന് പറയുന്ന ഉത്തമയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അവരുടെ ഭർത്താവ് ഇതാ വിളിക്കുന്നു, അവരെ ഇങ്ങനൊരു കാണുന്നു. സ്വാമി പറഞ്ഞു 7 ദിവസത്തിനകം അപരിചിതനായ ഒരാൾ, എൻ്റെ ഭർത്താവ് അപരിചിതൻ തന്നെയാണ്, അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്, എനിക്ക് ദുഃഖമില്ല, എനിക്ക് അയാളെ കാണണമെന്നില്ല, അയാളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞില്ല, അയാളോടൊരു ആകർഷണകരമായിട്ടുള്ള ഒരു വർത്തമാനവും പറഞ്ഞില്ല. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നു സ്വാമി. പിന്നെ എനിക്ക് വീണ്ടും സംശയമായി, ഇനി ഇവർക്ക് ഇനി ഇതും തോന്നിയതാണോ? കാരണം എവിടെ പോയി എന്നറിഞ്ഞ ഇവിടുത്തെ ഭർത്താവ് വിളിച്ചു എന്ന് തോന്നിയ തോന്നലാണോ? ഇയാൾ ഇങ്ങനെ ഈ കണ്ട പ്രതിമയുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കാണിച്ച പ്രതിമ, ഇതുപോലൊരു പ്രതിമ വലിയ പുരുഷനായിട്ട് തൻ്റെ തൂണും ചാരി നിൽക്കുന്നു എന്ന് കണ്ടെന്ന് പറയുന്നത് പോലെ ഏകാന്തമായിട്ട് ജീവിച്ച് അമ്മയുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം, എന്നോ സ്നേഹിച്ചുപേക്ഷിച്ചു പോയ ഭർത്താവ് തന്നെ വിളിച്ചു എന്ന് അമ്മയെ തോന്നുന്നതും, എന്നോടുള്ള ഞാൻ DNA പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അത് അങ്ങനെ ഭർത്താവിൻ്റെ ശബ്ദമാണെന്ന് തോന്നിയതാണോ? ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. നമുക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇതിനകത്ത് പക്ഷേ എന്തോ ഇല്ലേ? എന്തോ ഉണ്ട്, നിഗൂഢമായ എന്തോ ഉണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം തന്നെ ഈ രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ഞാൻ പറഞ്ഞതും എന്നോടുള്ള വിശ്വാസം കൊണ്ടും 7 ദിവസത്തിനകം നിങ്ങളെ അപരിചിതനായ ഒരാൾ വിളിക്കും ടീച്ചറെ, അത് ഉള്ളിൽ കിടന്നത് ആവാം. അപ്രത്യക്ഷനായിപ്പോയ അപരിചിതനായിപ്പോയ ഭർത്താവ് വിളിച്ചതായിട്ട് തോന്നിയതും സംസാരിച്ചതും. 2, ഈ വീട്ടിലിരിക്കുന്ന ചെടികൾക്കിടയിലിരിക്കുന്ന പ്രതിമ, ഈ നേരത്തെ കണ്ട പ്രതിമയില്ലേ, ഈ പ്രതിമ വലുതായിട്ട് തൂണും ചാരി കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നുന്നതും, ഇത് രണ്ടും ഏകാന്തമായി ജീവിക്കുന്ന, ഇപ്പം നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം പറയും ഇത് അവരുടെ മനസ്സിൻ്റെ ആഘാതമാണ്. ഏകാന്തമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിരിഞ്ഞുപോയ കുട്ടികളൊക്കെ വളരെ വലുതായി പോയി വാർദ്ധക്യത്തിൽ ജീവിക്കുന്ന, അവരുടെ സ്വകാര്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ യൗവനത്തിലും അവരുടെ കൗമാരത്തിലുമൊക്കെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ വാർദ്ധക്യത്തിൽ ഉണർന്നു വരികയും അവരുടെ പിരിഞ്ഞുപോയ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതിരിക്കുകയും അന്ധമായി വിശ്വസിക്കുന്ന സ്വാമി പറഞ്ഞു 7 ദിവസത്തിനകം ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിക്കുകയാണെന്നും തൻ്റെ വീടിൻ്റെ ചെടിച്ചട്ടിയുടെ അടുത്തിരിക്കുന്ന പ്രതിമയാണ് ഈ വലിയ പുരുഷനാണെന്ന് വിചാരിക്കുന്ന ഒരു മാനസിക രോഗം, ഒരു രോഗത്തിൻ്റെ പേരും പറഞ്ഞതാ, ഇന്നൊരു മാനസിക രോഗത്തിൻ്റെ അടിമയായി പോയി നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളിതാ ഈ മരുന്ന് കഴിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള ബോധത്തെ കൂടെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കുറേ ഗുളിക തരും. പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നു. അവരുടെ ഉപബോധ മനസ്സിൽ ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഗുളിക കുടിച്ച് തലച്ചോറിനെ മരവിപ്പിച്ച് 1150 ഗ്രാമുള്ള തലച്ചോറിലെ നാഗങ്ങളെ മുഴുവൻ കൊന്ന് അവസാനം ടീച്ചർ കണ്ണിൻ്റെ കഴുത്ത് ഇപ്പം നല്ല സുന്ദരമായിരിക്കുന്ന മുഖത്തിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പൊക്കെ പടർന്ന് ആകെ കരുവാളിച്ച് ടീച്ചർ അങ്ങ് തറയിലേക്ക് നോക്കിയിരുന്ന മക്കളെപ്പോലും മറന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മനഃശാസ്ത്രജ്ഞന്മാരായ മഹാന്മാർ കൊണ്ടെത്തിക്കും. ജ്യോതിഷ പണ്ഡിതന്മാരും സ്വാമിമാരും ഒക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നൊരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഓരോ ലെയറുകളിലൂടെയും നമ്മളറിയാതെ നമ്മളെ തൊട്ടുരുമാതെ കടന്നു പോകുന്ന ഒരുപാട് പ്രേതാത്മാക്കളുണ്ടെന്നും ആ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം വളരെ ശക്തിയാണെന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയണമെന്നും നിങ്ങൾക്കത് ബോധ്യപ്പെടുമ്പോൾ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുകയാണ്. തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലമാണ്, വളരെ വളരെ നല്ല കാലമാണ്. പക്ഷേ പൂർവ്വജന്മത്തിലെ, ഈ ജന്മത്തിലെയല്ല. എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച പോലെ സ്വാമി എങ്ങനെയാണ് പൂർവ്വജന്മം പറയുന്നത്? പൂർവ്വജന്മത്തിൽ ഞാൻ ആ നക്ഷത്രമാണ്, ഞങ്ങളൊക്കെ തന്നെ ഇപ്പം തിരുവാതിരയിൽ ജനിച്ചവർ തന്നെയാണോ ആ നക്ഷത്രമാണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ
യാതൊരു സംശയവുമില്ല. പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ തിരുവാതിര നക്ഷത്രമാണെങ്കിൽ നിങ്ങളെല്ലാ നക്ഷത്രങ്ങളും തിരുവാതിര നക്ഷത്രത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ ജനിച്ചത്. പക്ഷേ രാശികൾക്ക് വ്യത്യാസം ഉണ്ടാകും, നിങ്ങൾ ജനിച്ച കൂറുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസങ്ങളനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. മാതാപിതാക്കൾക്ക് ദോഷമുള്ള കാലമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. മാതാപിതാക്കളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ ബലികർമ്മങ്ങൾ ചെയ്യണം, അത്യാവശ്യമായിട്ട് ബലികർമ്മങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ശനീശ്വര ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ പരിഹാരങ്ങൾ ചെയ്യണം. തഞ്ചാവൂർ കുമ്പകോണത്തുള്ള ആലുംകുടിയാണെന്ന് തോന്നുന്നു ഒരു വലിയ ശനീശ്വര ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് അവിടെ ഒരു പരിഹാരക്രിയ വൈകുന്നേരം 4 മണിക്ക് തുറക്കത്തുള്ളൂ. അവിടെ പോയിട്ട് ഒരു തവണയെങ്കിലും അവിടെ പോയിട്ട് ആ ശനീശ്വര ക്ഷേത്രത്തിലെ പരിഹാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ നമ്മുടെ പിതൃക്കൾക്കും ശനിദോഷത്തിനും ഭയങ്കര പരിഹാരമാണ്. ശനി തഞ്ചാവൂർ കുംഭകോണത്തുള്ള ശനീശ്വര ക്ഷേത്രത്തിൽ പോയാൽ ആലുംകുടി എന്നങ്ങാണ്ട് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പോയി ഒറ്റ പരിഹാരം ചെയ്താൽ ഒരു 3 വർഷത്തേക്ക് നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ ചേഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് ശനി പൂജകൾ ചെയ്യുന്ന വളരെ നല്ലതാണ്. ശനി അത്ര അനുകൂലമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് കാര്യമുള്ള കാൽമുട്ടുകൾക്ക് ദോഷം സംഭവിക്കും, മുട്ടുകൾക്ക് ദോഷം സംഭവിക്കുക. മനസ്സലകടലായി മാറുന്ന ഭാഷ, കടൽ ഭിത്തികൾ പോലെ, കടൽ ഭിത്തികളിൽ ചെന്ന് തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ഇരമ്പൽ പോലെ നമ്മുടെ മനസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കാനും അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമെന്നുള്ള ഭീതിയിൽ നമുക്ക് ജീവിക്കാനും ഒക്കെ വരും. പിന്നെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നട്ടിലെ ഡിസ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹൃദയ സംബന്ധമായ തകരാറുകളുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ രോഗാവസ്ഥയില്ല. ശിവനാമം ജപിക്കുന്നതും പിന്നെ ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശിവന് കൂവളമാല കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞങ്ങ് പോവും. എല്ലാ നക്ഷത്രക്കാരും അങ്ങനെയാണ്. നമ്മൾ അതിനെ അതിജീവിച്ച് പോയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ദോഷകാലമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ചമ്പറം പടഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വാഹനങ്ങളാൽ അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനങ്ങളാൽ നമ്മൾ നടപ്പാതയെ കൂടെ കയറിപ്പോയാലും നടപ്പാതയെ കൂടെ ഒരു വാഹനം കയറി വരും ഇടിക്കാൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ 30 ദിവസത്തിലേക്ക് ശ്രദ്ധിച്ചാലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളുണ്ടാകും. നാൽക്കാലികളെ വളർത്തുന്നവരാണെങ്കിൽ നാൽക്കാലികൾക്ക് ഭക്ഷണം കയ്യിലെടുത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പുല്ലുകളൊക്കെ നാൽക്കാലികൾക്ക്, പശുക്കൾക്ക് കുറച്ച് പുല്ലുണ്ടെങ്കിൽ അതെടുത്ത് കൈകൊണ്ട് കൊടുത്തു വയ്ക്കാൽ പശു ലാളനയോടുകൂടി സ്നേഹത്തോടത് കഴിച്ചാൽ നമ്മൾ ഒരു ജന്മത്തിൽ 4 ദോഷങ്ങൾ തീരും. നായ്ക്കളുണ്ടെങ്കിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത്, ഒരു നേരം പാല് കൊടുക്കുന്നത് ഈ 30 ദിവസത്തേക്ക് വളരെ നല്ലതായിരിക്കും. അതിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ സ്നേഹത്തോടു കൂടി ഭക്ഷണം കൊടുത്തിട്ട് അതിനെ തലോടി കൊടുത്താൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ 4 ദോഷത്തിന് പരിഹാരം ഉണ്ടാകും. ഇതാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ നല്ല കാലമാണ്. എല്ലാ സുഖാനുഭവങ്ങൾ, ദുഃഖ സമ്മിശ്രിതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പൂർവ്വജന്മത്തിലെ ദോഷം നമ്മളറിയാതെ ഒരു കാറ്റ് പോലെ കടന്നു പോകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൈകൾ മുറിയാതെ സൂക്ഷിക്കുക. കറി വെട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ ഒക്കെ അത്തരം കാര്യങ്ങൾ രക്തം വരാതെ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ നല്ല അനുകൂലമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ശനീശ്വര ക്ഷേത്രത്തിൽ പോകണം. എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.